ഇനി ജിൻഡോയ്ക്ക് 8 ലക്ഷം രൂപ കൊടുത്തു എന്ന് തൊപ്പി തന്നെ പരസ്യമായിട്ട് പറഞ്ഞതാണ്. ആ 8 ലക്ഷം രൂപ കള്ളപ്പണമായിട്ടാണോ കൊടുത്തത്, അതായത് ക്യാഷ് ആയിട്ടാണോ കൊടുത്തത്? ഈ രാജ്യത്ത് ക്യാഷായി ക്രയവിക്രയം ചെയ്യാൻ പറ്റുന്ന തുക എത്രയാണെന്നുള്ള കാര്യം തൊപ്പിക്ക് അറിയാമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. നിയമത്തെക്കുറിച്ചും അല്ലെങ്കിൽ നമ്മുടെ നിയമ സംവിധാനങ്ങളെക്കുറിച്ചും യാതൊരു ബോധവും ഇല്ലാത്ത ഒരാളാണെന്നുള്ള കാര്യം എനിക്ക് വ്യക്തിപരമായിട്ട് തൊപ്പിയെ മനസ്സിലാക്കുന്നിടത്തോളം അറിയാം. അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ആ പൈസ കൊടുത്തത് ഏത് രീതിയിലാണ് കൊടുത്തു എന്ന് തൊപ്പി ആവർത്തിച്ച് ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അടുത്ത് ലൈവിൽ തൊപ്പി എന്നോട് പറഞ്ഞിട്ടുള്ളത് മാറ്റിവെക്കും, പൊതുസമൂഹത്തോട് പറഞ്ഞിട്ടുണ്ട് ജിൻഡോയ്ക്ക് 8 ലക്ഷം രൂപ കൊടുത്തു, 8 ലക്ഷം രൂപ കൊടുത്തു എന്നുള്ളത്. ഈ 8 ലക്ഷം രൂപ ജിൻഡോയ്ക്ക് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് GST അടച്ചിട്ടുണ്ടോ, അതിന് ടാക്സ് കൃത്യമായിട്ട് അടച്ചിട്ടുണ്ടോ? ഈ രണ്ട് കാര്യങ്ങളാണ് പൊതുസമൂഹത്തിന് അറിയേണ്ട കാര്യങ്ങൾ. കാര്യം അപ്പോൾ മാത്രമേ അത് നിയമപരമായിട്ടുള്ള ട്രാൻസാക്ഷനായി മാറത്തുള്ളൂ. പിന്നെ വോട്ട് പിടിക്കാൻ വേണ്ടി ജിൻഡോയ്ക്ക് വേണ്ടി വോട്ട് പിടിക്കുന്ന തൊപ്പി തന്റെ സുഹൃത്ത് പറഞ്ഞിട്ടാണ് വോട്ട് പിടിച്ചതെന്ന് പറയുന്നത്. നോക്കൂ, ലക്ഷക്കണക്കിന് മനുഷ്യർ കാണുന്ന ഒരു ഷോ ആണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. അവിടെ ആ ഷോ കണ്ട് ഓരോ മത്സരാർത്ഥിയെയും വിലയിരുത്താൻ വേണ്ടിയിട്ട് പ്രേക്ഷകരുണ്ട്. അങ്ങനെ ഓരോ മത്സരാർത്ഥിയെയും പ്രേക്ഷകർ വിലയിരുത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്റെ ആരാധകരെ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഷോയെയും ഈ ജനാധിപത്യ സംവിധാനത്തെയും പ്രേക്ഷകരെയും വിഡ്ഢിയാക്കിക്കൊണ്ട് തൊപ്പി ജിൻഡോയ്ക്ക് വോട്ട് പിടിച്ച് അർഹനല്ലാത്ത ഒരു മത്സരാർത്ഥിയെ തൊപ്പി ജയിപ്പിച്ചിട്ടുണ്ടെന്ന് അത് തൊപ്പിയുടെ തന്നെ മിടുക്കാണെങ്കിൽ തൊപ്പി ചെയ്തത് ഈ ഷോയോടും ആ ഷോ കാണുന്ന ജനങ്ങളോടും ചെയ്ത നീതിയാണോ? ഇനി അങ്ങനെ തൊപ്പി വോട്ട് ചെയ്ത് ആ മത്സരാർത്ഥി വിജയിച്ചതിന് ശേഷം ആ മത്സരാർത്ഥിക്ക് 8 ലക്ഷം രൂപ കൊടുത്ത് തൊപ്പിയുടെ ഷോയിലേക്ക് കൊണ്ടുവന്ന് അതിൽ നിന്നും പണമുണ്ടാക്കാൻ തീരുമാനിക്കുന്ന തൊപ്പിക്ക് എന്ത് നീതിബോധമാണ് ഈ സമൂഹത്തോടുള്ളത് എന്നതുകൂടി നീ ഒന്ന് വ്യക്തമാക്കുക. കാര്യം ഇന്നലെ ഞാൻ പറയുന്നതൊന്നും തന്നെ സംസാരിക്കാൻ നീ ഒരു രീതിയിലും സമ്മതിച്ചില്ല.